ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പീഡ് റാമ്പിംഗ് റീൽസ് ഞാൻ എങ്ങനെ ചെയ്യുക, എൻ്റെ കുറച്ച് സീക്രട്ട് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതിനായിട്ട് ഞാൻ ഇപ്പോൾ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് പ്രീമിയർ ആണ്. അപ്പോൾ പ്രീമിയറിൽ നമ്മൾ ക്ലിപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് റൂൾസ് ഞാൻ ഫോളോ ചെയ്തിട്ടാണ് ചെയ്യാറ്. അതായത് മിനിമം 2 to 3 സെക്കൻഡ് ക്ലിപ്പ് വയ്ക്കുള്ളൂ. പിന്നെ അത്യാവശ്യം അത് വാല്യൂഡ് ആണെങ്കിൽ, നല്ല ക്ലിപ്പ് ആണെങ്കിൽ മാത്രമേ കുറച്ചും കൂടി ഡ്യൂറേഷൻ കൂട്ടി വയ്ക്കാറുള്ളൂ. സ്റ്റാർട്ടിങ് കുറച്ച് സ്പീഡിൽ വന്നിട്ട് പിന്നെ ഒന്ന് സ്ലോയിൽ വന്നിട്ട് പിന്നെ സ്പീഡിൽ പോകുന്ന രീതിയാണ് സ്പീഡ് റാമ്പിങ്ങിൻ്റെ ഒരു എഫക്റ്റ് എപ്പോഴും ഫോളോ ചെയ്യാറ്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ബ്ലറിഷ് എഫക്റ്റാണ്. ബ്ലറെന്ന് വന്നിട്ട് ഫോക്കസിലേക്ക് വന്നിട്ട് വീണ്ടും ബ്ലറായി പോകുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഇതും ഞാൻ വെക്കാറുണ്ട്. അതുകൂടാതെ സൗണ്ട് എഫക്ട്സ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് എഫക്ട്സ് കൂടുതലായിട്ട് വെക്കാറുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒരു ഇതും സിങ്കും പിന്നെ പാട്ടിലേക്ക് മാറും, പിന്നെ സിങ്കും അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫീല് കിട്ടുക. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ പാട്ടിന് ഒരു ഹൈ പാസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട് പ്രീമിയറിൽ. ഈ ഒരു എഫക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലൊരു ശബ്ദമായിട്ട് മാറും. അപ്പോൾ ആ ഒരു ഡിം വോയിസിൽ നമുക്ക് പ്രത്യേക രീതിയിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ കൊടുക്കുന്ന സമയത്ത് നല്ലൊരു എഫക്റ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ബേസിക്കലി ഫോളോ ചെയ്യുന്നത്. സൗണ്ട് എഫക്ട്സ് കൊടുക്കാറുണ്ട്, ലൈറ്റ് ഗ്ലെയർ എഫക്ട്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇനി പ്രീമിയറിൽ പോയിട്ട് ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പ്രീമിയറിൽ ഞാൻ ചെയ്ത ആ വീഡിയോ. ഇതാണ് ആ സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഞാനൊരു ക്ലിപ്പ് എടുത്തിട്ട് നമുക്കെങ്ങനെ അത് സ്ലോ മോഷൻ ആക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാനൊരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്ലിപ്പിൽ ഈ ഒരു പോർഷൻ മുതൽ ഈ കറങ്ങി വരുന്ന പോർഷൻ ഇങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ക്ലിപ്പ്. ഈ ക്ലിപ്പിനെ നമുക്ക് ഒരു സ്പീഡിൽ വന്നിട്ട് എന്നിട്ട് സ്ലോ ആയിട്ട് വീണ്ടും സ്പീഡിലോട്ട് പോകുന്ന രീതിയിൽ എങ്ങനെ പ്രീമിയറിൽ ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ ക്ലിപ്പ് സെലക്ട് ചെയ്ത ശേഷം എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ, എഫക്ട്സ് കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സ്പീഡ് റാമ്പിംഗ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ടാവും. ഇതിനകത്ത് സ്പീഡ് എന്ന് പറഞ്ഞ ടൂൾ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ പെൻ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് പെൻ ടൂളിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. പെൻ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ, ഈ ഒരു പോർഷൻ വരെ അത്യാവശ്യം സ്പീഡ് വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മാർക്ക് ആഡ് ചെയ്യാണ്. ഇതിലാണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി സ്പീഡ് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിമിങ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോ കിട്ടാനാണ്, അല്ലെങ്കിൽ ടപ്പൊന്നായിപ്പോവും, പെട്ടെന്നായിപ്പോവും. അതുകൊണ്ടാണ്. എന്നിട്ട് V2 ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ അത് അഡ്ജസ്റ്റ് ചെയ്യണം നോക്കുക. എന്നിട്ട് ഇവിടെ സ്പീഡ് കുറച്ചുകൂടി കൂട്ടി കൊടുക്കണം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാനിത് സോണിയുടെ ക്യാമറയിലാണ് എടുത്തത്. അതിനകത്ത് SQ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഈ മോഡിലിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി സ്ലോ മോഷൻ ആയിട്ട് അത് ഷൂട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു 120 ഷൂട്ട് ചെയ്ത ശേഷം അതിന് 25 അല്ലെങ്കിൽ 50 ഫ്രെയിം പെർ സെക്കൻഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തും. ഇത് നല്ലൊരു ഓപ്ഷനാണ് സോണി ക്യാമറയിൽ. നിങ്ങൾ സോണി ക്യാമറ ആണെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ സ്ലോ മോഷൻ ഫുള്ള് ത്രൂ ഔട്ട് സ്ലോ മോഷനാണ് എടുക്കണമെങ്കിൽ ഈ ഒരു SQ മോഡ് സ്വിച്ചിൽ ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു മോഡിലിട്ടിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്ലോ മോഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഈ ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നോർമലായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ സ്പീഡ് റാമ്പിംഗ് ഇങ്ങനെയാണ് ചെയ്യുക. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് സൗണ്ടിൽ നമുക്ക് ഹൈ പാസ് കൊടുത്തിട്ട് ഈ ഒരു സിറ്റുവേഷനെ അടിപൊളിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓഡിയോ ക്ലിപ്പിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ബീറ്റിൻ്റെ സമയത്താണ് ഇത് സ്പീഡ് കുറയിപ്പിക്കുന്ന പോലെ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇതിനകത്ത് ഞാൻ ഹൈ പാസ് ഇട്ട് കൊടുക്കുകയാണ്. എഫക്സിൽ പോയിട്ട് ഹൈ പാസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഹൈ പാസ് എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഹൈ പാസ് കിട്ടും. അപ്പോൾ ഹൈ പാസ് ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം ഹൈ പാസ് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോർഷനിൽ വെച്ചിട്ട് ഈ ഒരു അടീൻ്റെ അവിടെ ഹൈ പാസ് കുറച്ചും കൂടി ആ ഒരു ശബ്ദമാണ്. അപ്പോൾ ഞാനിതിൽ ഹൈ പാസ് സൂട്ടാണല്ലോ. അപ്പോൾ ലോ പാസ് ഇട്ട് കൊടുക്കണം. ലോ പാസ് എന്ന് ഇതേപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോ പാസ് കിട്ടും. അപ്പോൾ ലോ പാസ് ഇട്ടു. ഈ ഒരു സാധനമാണ്. അപ്പോൾ ഈ അടിയുടെ ഈ ഒരു ബീറ്റിൻ്റെ സമയത്ത് ഈ ഒരു ഓഡിയോ ഒന്ന് കോപ്പി എടുക്കണമെന്നുണ്ട്. ഇതേ ഓഡിയോ ഒരു ഓഡിയോ എടുത്ത് ലോയിൽ ഇടണം. ഇപ്പോൾ എന്നിട്ട് ഈ അടിയത്തെ ഓഡിയോയിലാണ് ഞാൻ ലോ പാസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഓഡിയോ നമ്മുടെ നോർമൽ സൗണ്ടും അടിയത്തെ ഓഡിയോ ഈ ഹൈ പാസ് ടോണിലായിരിക്കും. നമുക്ക് വേണ്ട ഒരു പോർഷൻ ഈ ഒരു അടിയുടെ ഭാഗത്ത് നിന്നാണ് നമുക്ക് ആ ഒരു ലോ പാസിൻ്റെ ഇത് കയറി വരേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വോളിയം ഇതാക്കി കൊടുക്കണം. അതേപോലെ ഇതിലും വോളിയം കുറച്ച് കൊടുക്കണം. അങ്ങനെ പോകും. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ വേറെ ക്ലിപ്പ് ഇട്ട് ഇത്ര യൂസ് ചെയ്താൽ മതി. ഇവിടെ ഞങ്ങൾ വേറെ ക്ലിപ്പ് ഇട്ടിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകണം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് സൗണ്ട് എഫക്ട്സ് ആണ്. അപ്പോൾ വുഷോ റേസർ സൗണ്ടുകളോ ഇതിന് നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു റേസർ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ റേസർ മാറ്റിയിട്ട് അതേപോലത്തെ നിങ്ങൾക്കും കിട്ടുന്ന സൗണ്ട് എഫക്ട്സ് നിങ്ങൾക്ക് സൗണ്ട് എഫക്ട്സ് ഫ്രീ ആയി വേണമെങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ ഒരു ഇതിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഉഷ് കൊടുക്കാം. ഇനി അടുത്തൊരു ക്ലിപ്പ് നമ്മൾ എടുത്തിട്ട് അതിൽ കുറച്ച് ബ്ലറി സാധനം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തൊരു ക്ലിപ്പിൽ വന്നിട്ട് കുറച്ച് ബ്ലറായി വന്ന ശേഷം വീണ്ടും നോർമൽ ഫോക്കസിലേക്ക് വന്നിട്ട് വീണ്ടും ബ്ലറായി പോകുന്ന ഒരു എഫക്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. വീഡിയോ എഫക്ട്സിനകത്ത് ക്യാമറ ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഈ ക്ലിപ്പിലേക്ക് ഇടുകയാണ്. ക്യാമറ ബ്ലർ ഇട്ട ശേഷം ക്ലിപ്പിൻ്റെ എഫക്ട്സ് കൺട്രോളിൽ വന്നിട്ടുണ്ട്. ക്ലിപ്പിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലർ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഒരു നിങ്ങൾക്ക് 25 to നിങ്ങൾക്ക് വേണ്ടത്ര ഇടാം. പിന്നെ ഈ ഒരു റേഞ്ചിൽ വന്ന ശേഷമാണ് ഫോക്കസ് ഇതാവുന്നത്. വീണ്ടും ഔട്ടായി പോകുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡ് റാമ്പിങ്ങും ബ്ലറും കൂടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമായി തോന്നും. ഞാൻ ഈ ഒരു ക്ലിപ്പിൽ അത് ചെയ്ത് കാണിച്ചേട്ടോ. അത് നിങ്ങളുടെ ക്ലിപ്പിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇതേപോലെ വീഡിയോസിൽ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു എഫക്റ്റുകൾ ഒരുവിധം എല്ലാ ക്ലിപ്പിലും ആഡ് ചെയ്ത് കൊടുക്കുകയും സൗണ്ട് എഫക്ട്സും ബാക്ക്ഗ്രൗണ്ട് നോയ്സും ഐ മീൻ ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടി ഓടുന്നതോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുന്നതോ സൗണ്ട് എഫക്ട്സിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റീൽസ് ഇൻട്രസ്റ്റിംഗ് ആവും. വാച്ച് ചെയ്യാനും നിങ്ങളുടെ റീൽസിൽ പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നും ഇല്ലെങ്കിലും വാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരെ കൂടുതൽ എൻഗേജിങ് ആക്കും.
അപ്പോൾ ഈ ഒരു എഫക്റ്റ് നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് VN-ലും CapCutലും എല്ലാത്തിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് VN-ലും CapCutലും ഒക്കെ ചെയ്തിട്ട് ഒരു ട്യൂട്ടോറിയൽ ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ VN-ലും CapCutലും നമുക്ക് എങ്ങനെ സൈമൾട്ടേനിയസ്ലി ആയിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ.